നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ പിണറായി വിജയൻ തന്നെ നയിക്കും. ഡൽഹിയിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് തീരുമാനം. ആരെല്ലാം മത്സരിക്കുമെന്നതിൽ ഉടൻ ധാരണയിലെത്തുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. മാർച്ച് ആദ്യവാരം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. In the coming elections in Kerala, that is the present Chief Minister and Politburo Bureau member from the Pinarayi Vijayan will be leading our campaign. As and when we get the majority, we will meet and we will take a call. We will take a decision over that. This is how we always decide. In the coming elections in Kerala, that is the present Chief Minister and Politburo Bureau member. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വീണ്ടും പിണറായി തന്നെ നയിക്കട്ടെ എന്നാണോ നേതൃത്വത്തിന്റെ തീരുമാനം? അമൃത, മൂന്നാം തവണയും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് ഡൽഹിയിൽ ചേർന്ന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ എടുത്തിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ആരാകും എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് മുഖ്യമന്ത്രിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന പതിവ് CPM-ൽ ഇല്ല എന്നും തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ആര് എന്നുള്ളത് പ്രഖ്യാപിക്കും എന്നുമാണ് ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ആരെല്ലാം മത്സരിക്കും എന്ന ചോദ്യത്തോട് ആരെല്ലാം മത്സരിക്കും എന്ന കാര്യം ഹൈക്കമാൻഡ് അല്ല തീരുമാനിക്കുന്നത്, മറിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക പതിവ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. പ്രധാനമായും ഇന്നത്തെ ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ചർച്ച ചെയ്ത വിഷയം കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. അതിൽ തന്നെ മുഖ്യമന്ത്രി മത്സരിക്കുന്നോ എന്ന കാര്യം അടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്കായി എത്തിയത്. ഇതോടൊപ്പം തന്നെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് നേരത്തെ മുൻകാലങ്ങളിൽ CPM 2 തവണ മത്സരിച്ചവർക്ക് മാറി നിൽക്കണം എന്ന ഒരു മാനദണ്ഡം മുന്നോട്ട് വെച്ചിരുന്നു. ആ മാനദണ്ഡങ്ങളിൽ ഇക്കുറി ഇളവുണ്ടാകും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ജനറൽ സെക്രട്ടറി നൽകിയത്. വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ മാനദണ്ഡങ്ങളിൽ കാലത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് മാറ്റമുണ്ടാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ അതേസമയം ഇത്തവണ പുതിയൊരു സഖ്യം രൂപപ്പെടുന്നു തെരഞ്ഞെടുപ്പിനായി എന്നുള്ളതാണ് ബംഗാൾ ഘടകം മുന്നോട്ട് വെച്ച ഇത്തവണ ഇടത് സഖ്യത്തോടൊപ്പം CPIM-ലും ഒപ്പം തന്നെ ISL എന്നീ 2 പാർട്ടികളും പ്രാദേശിക ഇടത് പാർട്ടികളും കൂടി ചേർന്നായിരിക്കും ഇത്തവണ സഖ്യമായി മത്സരിക്കുക. സീറ്റ് ധാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ബംഗാളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ആരെല്ലാം എന്ന വിഷയം അത് 5 ദിവസത്തിനകം അറിയാമെന്നും സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം മാർച്ച് ആദ്യവാരത്തോടെ ഉണ്ടാകും എന്നുമാണ് ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയത്. അമൃത, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.